Hello, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Ready ആയോ എല്ലാവരും? Ready ആണല്ലോ അല്ലേ? Okay, let's start. നമ്മള് പുതിയ ചാപ്റ്റർ ആണല്ലേ? പറഞ്ഞിരുന്നോ ഞാൻ പുതിയ ചാപ്റ്റർ ആണ്, അടുത്ത ദിവസം നമ്മൾ തുടങ്ങാം, നിങ്ങൾ PDF ആയിട്ട് കയറിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ക്ലാസ്സിൽ അല്ലേ? പറഞ്ഞിരുന്നു. പറഞ്ഞു. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മെഡിക്കൽ ഇൻഷുറൻസ് എന്നാണ്. മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. കേട്ടിട്ടുണ്ടോ എന്താണ് ഇൻഷുറൻസ്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സാധനം കേൾക്കാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. ബിക്കോസ് എല്ലാവരും തന്നെ എന്താ പറയാ, ഏതെങ്കിലും രീതിയിലുള്ള ഇൻഷുറൻസ് എടുത്തിരിക്കുന്നവരായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത്ര വലിയ എന്താ പറയാ അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾ പല കാര്യങ്ങളും അതിനെ കുറിച്ചിട്ട് അറിഞ്ഞുണ്ട്. ഡെയിലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ഇൻഷുറൻസ് എടുക്കുന്നതും ഇൻഷുറൻസിന്റെ ചില കാര്യങ്ങളുടെ നിയമങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് അറിയില്ലായിരിക്കാം. പക്ഷെ എങ്കിലും കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. പിന്നെ പറയാം എന്തൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് ഉള്ളത് അല്ലെ. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്. ലൈഫിന് വേണ്ടി എടുക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് ആണ്. അതുപോലെ തന്നെ ജനറൽ മറ്റ് പ്രോപ്പർട്ടീസിലൊക്കെ നമ്മൾ എടുക്കുന്നത് ജനറൽ ഇൻഷുറൻസ് വിഭാഗത്തിൽ വരും. നമുക്കറിയാം ഇന്ന് എല്ലാ രീതിയിലും എല്ലാവരും സെക്യൂർ ആക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ എന്തിനും ഇന്ന് നമുക്കൊരു എന്താ പറയാ എല്ലാം സെക്യൂർഡ് ആണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. വി ഹാവ് ടു എക്സ്പെക്ട് ഈച്ച് ആൻഡ് എവറി ടൈം വി ഹാവ് ടു എക്സ്പെക്ട് എ ലോസ് ഇൻ ഫ്രണ്ട് ഓഫ് us അല്ലെ. നമ്മുടെ മുമ്പിൽ എപ്പോഴും നമ്മളൊരു എന്താ പറയാ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ വരും എന്ന ബോധ്യത്തിലാണ് നമ്മൾ മുന്നേറുന്നത്. അത് നമ്മളുടെ ലൈഫിനാകാം, നമ്മളുടെ പ്രോപ്പർട്ടീസിനാകാം, എന്തും പറയാൻ പറ്റില്ല. അൺഎക്സ്പെക്ടഡ് ആണ്, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സോ ദാറ്റ് അത്തരം സാഹചര്യങ്ങളില് whatever it may be, even our life ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, പക്ഷെ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി വേണം എന്നുള്ള ബോധ്യത്തിലാണ് ഇന്ന് എന്താ പറയാ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ എന്താ പറയാ നമുക്ക് അത്തരം ലോസസിനെയൊക്കെ ഇൻഡെമിനിഫൈ ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ, പരിഹരിക്കാം. അത്തരം നഷ്ടങ്ങൾ നമുക്കറിയാം, നഷ്ടം ഒരിക്കലും പരിഹരിക്കപ്പെടാവുന്നതല്ല. പല നഷ്ടങ്ങളും, ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് ഈ രീതിയിലൊക്കെ പരിഗണിക്കാം. എന്ന് വെച്ചാൽ ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ നമുക്ക് ഒരു എന്താ പറയാ ഒരു ചെറിയ റിലീഫ് തരുന്നതാണ്. ഒരുപാട് നഷ്ടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഇത്തരം ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ റിലീഫ് നമുക്ക്. ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാര്, ഒരാൾ മരിച്ചു, ആളുടെ പേരിലുണ്ടായിരുന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസി എമൗണ്ട് കിട്ടുമ്പോൾ നമുക്കറിയാം ഒരാളുടെ ജീവന്റെ അത്ര ഒട്ടും തന്നെ അതിന്റെ അരികത്ത് പോലും എത്തില്ല ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുമ്പോൾ ആളുടെ ജീവന്റെ വിലയിനേക്കാൾ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ എങ്കിലും അതിന് നമുക്ക് ഉണ്ടാകാവുന്ന ആ സങ്കടം ഒക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കിതൊരു ചെറിയ ഒരു സഹായം തന്നെയാണ് ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് അറിയില്ലാത്തവർക്കും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കൂടുതലും നമുക്ക് പഠിക്കാനുള്ളത്. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിൽ വരുന്ന രോഗികൾക്ക് ആക്സിഡൻസ് ആയിട്ടോ ഇഞ്ചുറീസ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസീസസ് ആയിട്ടോ ഒക്കെ വരുമ്പോൾ അവരുടെ എന്താ പറയാ അവർക്ക് സഹിക്കേണ്ടി വരുന്ന ഒരു ഫിനാൻഷ്യൽ ലോസ് നമുക്കറിയാം. ഇത് നമ്മുടെ ചില ഹോസ്പിറ്റൽസിലൊക്കെ എന്തെങ്കിലും രോഗത്തിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോഴേ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ അങ്ങനെ എടുത്ത് മാറ്റാൻ അത്രയും പോക്കറ്റിൽ പൈസ ഉള്ളവർക്കാണെങ്കിൽ ഓക്കെ. പക്ഷെ അതൊക്കെ സഫർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പരിശോധിച്ചിട്ട് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗമുണ്ട് എന്ന് അറിയാം. അപ്പൊ നമുക്ക് അഡ്മിറ്റഡ് ആക്കി ചികിത്സിക്കേണ്ടി വരുമ്പോൾ ഒരു വലിയ എമൗണ്ട് അവർ ആദ്യം തന്നെ നമ്മളോട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അതൊക്കെ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മെഡിക്കൽ ഇൻഷുറൻസ്. സോ നമുക്കിവിടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് നമ്മുടെ 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്.
4ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മെഡിക്കൽ ഇൻഷുറൻസ്. ഇതിന്റെ പിന്നാലെ ബാക്കിയുള്ള ടീച്ചേഴ്സ് അവരവരുടെ ചാപ്റ്റേഴ്സ് എടുത്തു പോകുന്നോളും. അവരുടെ 3rd ചാപ്റ്റർ കുറച്ചു പേരൊക്കെ തീരാനിരിക്കുകയായിരുന്നു, ചിലരെ തീർന്നുണ്ടാവും, 4th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതാണ്. ഇനി നമ്മൾ വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മള് മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ലെറ്റ്സ് സീ വിച്ച് ആർ ദ ടേംസ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ്. ഈ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനകത്ത് ചില പ്രധാനപ്പെട്ട ടേമുകൾ, ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ട ടേംസ് ഉണ്ട്. ഇപ്പൊ സയൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, സയൻസിൽ ബയോളജിയെ കുറിച്ച് പഠിക്കുമ്പോൾ ചില ടേമുകൾ പുതിയത് നമ്മൾ പഠിക്കേണ്ടി വരും. ആ ടേമുകളിലെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ബാക്കിയുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ വരിക. അതുപോലെ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ചില വേർഡ്സ് പഠിക്കണം, ലെറ്റേഴ്സ് പഠിക്കണം, മലയാളം പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അതുപോലെ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ വി ഹാവ് ടു ലേൺ അബൌട്ട് സം ടേംസ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസുമായി കണക്ട് ചെയ്യപ്പെടുന്ന കുറച്ച് വാക്കുകളൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഹെൽത്ത് ഇൻഷുറൻസ് ഇറ്റ്സെൽഫ്. അത് ആദ്യത്തേത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്താ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആരോഗ്യമാണ്. ആരോഗ്യത്തിന് ഇൻഷുറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ടു മീറ്റ് ദ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡന്റ്സ്. അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങള് അല്ലെങ്കിൽ ആക്സിഡന്റുകൾ ഒക്കെ വരുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാകാവുന്ന ചെലവുകളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് മീൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹെൽത്ത് ഇറ്റ്സെൽഫ്, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ആരോഗ്യവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിന് നമ്മൾ അനാരോഗ്യം എന്ന് പറയും അല്ലെ. ആ അനാരോഗ്യത്തിന്റെ സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആകുക, ഹോസ്പിറ്റലിൽ വലിയ എമൗണ്ടുകൾ നമുക്ക് അതിന്റെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ചെലവാകുക. സോ ടു അഫോർഡ് ദാറ്റ്, അത്തരം കാര്യങ്ങൾ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നതല്ല ചില സാഹചര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്ന, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും ചില ഇൻഷുറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ ചെറിയ എമൗണ്ട് പ്രീമിയം ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഹ്യൂജ് എമൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിലും കുറയ്ക്കാൻ പറ്റും, ഇൻഡെമിനിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ആ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്യണം. ഹെൽത്ത് ഇൻഷുറൻസ് മീറ്റ്സ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡന്റ്സ്. സെന്റൻസ് മാർക്ക് ചെയ്ത് പോകുക കേട്ടോ. അപ്പോ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് there are two parties. പ്രധാനമായിട്ടും ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ എഗ്രിമെന്റിൽ ഇൻഷുറൻസ് എടുക്കുന്ന ആളും എടുപ്പിക്കുന്ന ആളും ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും ഇൻഷുറൻസ് എടുക്കുക പണ്ടൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് മാറി നടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഏതാണ്ട് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കും. അല്ല, തീർച്ചയായിട്ടും നമ്മൾക്ക് തന്നെ വേണ്ടിയിട്ടാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അവരെ ഒളിച്ചു നടക്കേണ്ട അവസ്ഥയും വരാറുണ്ട്. പണ്ടാണ്, കുറച്ചു കാലഘട്ടം മുമ്പ് വരെ. ഇന്ന് ആളുകൾ അതിന്റെ എന്താ പറയാ ആഫ്റ്റർ ഇഫക്റ്റുകൾ മനസ്സിലാക്കി, ഒരു ഇൻഷുറൻസ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങോട്ട് ചെന്നെടുക്കുകയാണ്. ഇൻഷുറൻസ് എവിടെയാണ് ഇൻഷുറൻസ് നല്ല രീതിയിലുള്ള ഇൻഷുറൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങളെയൊക്കെ നമുക്ക് ഇൻഡെമിനിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എവിടെയാണ് നല്ലതുള്ളത്, ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് ബെറ്റർ ബെസ്റ്റ് എന്ന് അന്വേഷിച്ച് നോക്കി അങ്ങോട്ടേക്ക്. പ്രിന്റ് ഇതല്ലേ തന്നേക്കുന്ന പ്രിന്റ്? എക്സ്ക്യൂസ് മീ, തന്നേക്കുന്ന പ്രിന്റ് ഇതല്ലേ? ഹലോ ഞാൻ പറയും, എന്താ അത് ഇവിടെ കാണാനില്ലേ? പ്രിന്റ് കാണാനില്ലേ പിള്ളേരെ? ഉണ്ടല്ലോ. രമ്യക്ക് എന്ത് പറ്റി? രമ്യാണ് വാട്ട് ഹാപ്പൻസ്? ഇവിടെ തന്നിരിക്കുന്ന പ്രിന്റില് ഇതെങ്ങനെയാണ് ടേംസ് കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൊടുത്തിട്ടുണ്ട്, ക്ലെയിം, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം ഒന്നും കാണുന്നില്ല. പേജ് മാറിപ്പോയോ അല്ലെങ്കിൽ എന്താ മാറിപ്പോയോ നോക്ക്. നിങ്ങൾക്ക് 1, 2, 3, 4 എന്ന് തരംതിരിച്ച് മൊഡ്യൂളുകൾ തന്നിട്ടുണ്ടോ? 1, 2, 3, 4 എന്ന് തരംതിരിച്ച് മൊഡ്യൂൾ തന്നിട്ടില്ല? ഇല്ല. എല്ലാവരും ഇല്ലാന്ന് തന്നെയാണോ പറയണേ? ഓക്കെ, വിട്ടേക്ക്. 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതായത് നമുക്ക് ഇനി 3rd, 4th മൊഡ്യൂളിന്റെ പരീക്ഷയാണോ നടക്കണ്ടേ? 3ഉം 4ഉം മൊഡ്യൂൾസിന്റെ പരീക്ഷയാണോ നമുക്ക് ഇനി നടക്കാനുള്ളേ? ഞാൻ അവിടെ ചോദിക്കാം കേട്ടോ. അത് ടെക്നിക്കലിൽ ചോദിക്കുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് തന്നില്ല. ഐ ഡോണ്ട് നോ, അത് അതിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 3rd, 4th മൊഡ്യൂളിലെ പരീക്ഷയാണ്. ഈ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ 4th മൊഡ്യൂളിലാണ് കിടക്കുന്നത്. അതിൽ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ എടുത്തിട്ടില്ല. ഫസ്റ്റ്, സെക്കൻഡ് മൊഡ്യൂൾ പരീക്ഷ തീർന്നു.
അത് തീർന്നു പോയി. ഇനി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണെന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണം? ഓൾറെഡി ഇതിന്റെ പരീക്ഷ കഴിഞ്ഞില്ലേ നമ്മുടെ? കഴിഞ്ഞോ? 1-2 പരീക്ഷ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു പോയി. അതിനകത്തല്ല, ഇത് 3rd and 4th മൊഡ്യൂള. നിങ്ങൾക്ക് പഠിക്കാനുള്ളതേ നമ്മൾ എടുക്കുള്ളൂ. നമ്മള് അതില് യാതൊരു ഇതും ഞാൻ 2-3 10 പ്രാവശ്യമൊക്കെ നമ്മളെ അതെവിടെ കുറച്ച് പോർഷൻ മൊഡ്യൂൾ 1 and 2 കിടക്കുന്നേന്ന്. എടാ ആ മൊഡ്യൂൾ 1 and 2 എടുക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ 3rd and 4th മൊഡ്യൂൾ. അത് 3ലേക്കും 4ലേക്കും വന്നിട്ടുണ്ടാകുമായിരിക്കാം. ഓക്കെ, എന്തായാലും 1ഉം 2ലും നിങ്ങൾക്ക് എടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഐ തിങ്ക് ഒരു 13ഉം ഒരു 15ഉം ആണ് തോന്നുന്നത്. 13ഉം 15ഉം 28 ചാപ്റ്റർ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. 28 ചാപ്റ്റർ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ പുതിയതിൽ എടുക്കാനുള്ളത് എന്താ പറയാ 13ഉം 11ഉം ആണ്. 24 ചാപ്റ്റർ ആണ്. അതെ 24 ചാപ്റ്റർ ആണ്. 52 ചാപ്റ്റർ മൊത്തം. കണക്ക് ശരിയായോ? 28 + 24 കണക്ക് ശരിയല്ലേ? എന്റെ 52 ചാപ്റ്റേഴ്സ് ആണ് ആകെ മൊത്തം ഉള്ളത്. ഓക്കെ, അതിൽ 28 എണ്ണം കഴിഞ്ഞു. ആ 28 എണ്ണത്തിൽ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടില്ലല്ലോ. ഞാൻ 2 പ്രാവശ്യം ഇതിപ്പോ റിപ്പീറ്റ് ചെയ്ത് ചാപ്റ്റർ എടുക്കുന്നതാണോ? ആണോ? ഈ ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടില്ല. ക്ലിയർ ആയോ പറയുന്നത് എല്ലാവർക്കും? യെസ്. സോ ഇത് ഇവിടെ എടുക്കുകയാണ്. എവിടെയെങ്കിലും കിടക്കട്ടെ ചാപ്റ്റർ 3rd and 4th മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാലേ എന്റെ പോർഷൻ തീരില്ല. ടീച്ചേഴ്സ് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് അവരവരുടെ ചാപ്റ്റേഴ്സ്. നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ചാപ്റ്റേഴ്സ് 52 ആണ് നോക്കുക. അതില് 1st, 2nd മൊഡ്യൂള് നമ്മുടെ എക്സാംസ് കഴിഞ്ഞ ചാപ്റ്റേഴ്സ് അങ്ങനെ ടിക്ക് ചെയ്ത് മാറ്റി വിട്. ബാക്കിയുള്ളത് എന്തായിരിക്കാം? 3rd and 4th മൊഡ്യൂളിൽ ഒബ്വിയസ്ലി അതല്ലേ ശരി? ആണോ? അതെടുക്കണ്ടോ ടീച്ചർമാര്? നോക്കിയിട്ട് എല്ലാവരും അതെടുത്തില്ലെങ്കിൽ എന്നോട് പറയണം. ഞാൻ വന്ന് ചോദിക്കും. അടുത്ത ആഴ്ച ഒന്ന് ചോദിക്കും. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോ അല്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് എഗ്രിമെന്റില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെയിൻലി 2 പാർട്ടീസ്. പ്രധാനമായിട്ട് 2 വ്യക്തികളാണ് ആ ഒരു കരാറ് അല്ലെങ്കിൽ ആ ഒരു ഇതില് അവിടെ ഇവിടെയും കിടന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ലല്ലോടാ. നോക്ക്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലിസ്റ്റില് 52 ചാപ്റ്ററുകളുടെ ലിസ്റ്റ് ഉണ്ടോ? എങ്കിൽ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ക്ഷണിക്കണോട്ടാ. ഒരാളുടെയും ഡൗട്ടുകൾ ബാക്കി വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, 52 ചാപ്റ്റർ കിടക്കണ്ടോ? 52 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ 28, ദാറ്റ് മീൻസ് ആദ്യത്തെ 28 എന്നല്ല, അത് ചിലപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. നമ്മൾ ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേൾക്കാത്തതിന്റെ ബുദ്ധിമുട്ടാണെന്നോ അല്ലെങ്കിൽ സാറ് അതിനിടയ്ക്ക് ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് ഇട്ടുന്നുണ്ടായിരുന്നു. അവിടെ ചില കാര്യങ്ങൾ നിങ്ങളോട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. എക്സാം ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ചെറിയ മാറ്റങ്ങളില് ഈ മൊഡ്യൂളുകളെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരുന്നു. അതൊക്കെ അവിടെ സാറ് ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ഇത് എന്നും എപ്പോഴും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈമിങ് പോകാണ്. നിങ്ങളുടെ കോഴ്സ് തീർക്കേണ്ട സമയത്തിന്റെ ഡ്യൂറേഷൻ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടാ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സാറ് തന്നെ ഒരു വീഡിയോ പോലെ ഇട്ടിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് തന്നിരുന്നു. അന്നേരം പറഞ്ഞിട്ടുണ്ട് there are some arrangements in the exams and also other things. അതിന്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസ് സാർ ക്ലാസ് ആയിട്ട് അവിടെ നിങ്ങൾക്ക് തന്നിരുന്നപ്പോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ മൊഡ്യൂളുകളിൽ there are some rearrangements. അപ്പൊ ചില മൊഡ്യൂൾസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവിടെ എടുക്കാത്ത മൊഡ്യൂൾ ഒന്നും ഞങ്ങൾക്ക് വെളിയിൽ കളഞ്ഞിട്ടില്ല. അതെല്ലാം നമ്മൾ ഈ 3rd and 4th മൊഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 52 ചാപ്റ്റേഴ്സ് മൊത്തം എടുത്തിട്ടേ നിങ്ങളെ പറഞ്ഞു വിടുള്ളൂ. നിങ്ങളിപ്പോ വേണ്ടാന്ന് പറഞ്ഞാൽ ഇത് കുറെ ഉണ്ടല്ലോ മീൻസ് ഇത് എന്തോരം പഠിക്കാൻ ഇതൊക്കെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഞങ്ങൾ എടുത്തിട്ടേ വിടുള്ളൂ. നിങ്ങൾ കേൾക്കാനും ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പൊ ഇല്ലേ എന്ത് ചെയ്യണമെന്നറിയോ? ആ 1ഉം 2 മൊഡ്യൂളില്ലേ നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്ത കാര്യമില്ലേ അതൊന്ന് മാർക്ക് ചെയ്യും. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് അപ്പൊ അവിടെ എടുക്കാത്തത് വലുതുണ്ടാവും. ദാറ്റ് മീൻസ് അവിടെ എടുക്കാത്തത് നമ്മൾ ഈ പുതിയ സിസ്റ്റം ഫോളോ ചെയ്താൽ ഇപ്പൊ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ആ ചാപ്റ്റേഴ്സ് ഈ 3rd and 4th മൊഡ്യൂളുകളിൽ ഇൻക്ലൂഡഡ് ആക്കിയത് കൊണ്ടാണ് അവർ ഇപ്പൊ എടുക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ ക്ലിയർ ആയില്ല? ഇനി സംശയമില്ലല്ലോ? ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട. എന്തിനാ കൺഫ്യൂഷൻ? 52 ചാപ്റ്റർ കിടക്കുന്നത്. ഇതില് 1-2 മൊഡ്യൂൾ ഇത്രയും ചാപ്റ്റർ ഒക്കെ തീർന്നല്ലോ. അപ്പൊ ഇനി ബാക്കിയുള്ളത് 3rd and 4th മൊഡ്യൂളിലാണെന്ന് നമ്മൾ തന്നെ അസ്യൂം ചെയ്യേ. അവരൊക്കെ നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളില്ലേ? അപ്പൊ ടീച്ചർമാര് ഈ പറയുന്ന ബാക്കി കിടക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കണ്ടോന്നൊന്ന് നോട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇനി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 24 ചാപ്റ്റർ ആണ്. 13 + 11 ചാപ്റ്റർ കൂടി നമുക്ക് ഈ 3rd and 4th മൊഡ്യൂളുകളിലായിട്ട് എടുക്കാനുണ്ട്. ഇനിയും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ മൊഡ്യൂൾസ് വൈസിട്ടുള്ള തിരിച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് നിങ്ങൾക്ക് തരാനായിട്ട് പറയാം. ശരിയാവും അല്ലേ? ശരിയാവും. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക്
അപ്പൊ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് there are two parties, രണ്ട് വ്യക്തികളാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ എഗ്രിമെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ. Who are they? ഒന്ന് ഇൻഷുവേർഡും ഒന്ന് ഇൻഷുറർ. ഇൻഷുവേർഡ് ആൻഡ് ഇൻഷുറർ. ആരാണ് ഇൻഷുവേർഡ്? ഇൻഷുവേർഡ് is the person who gets compensated when a loss or any type of accidents, injuries occur. അതായത് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിക്കുന്ന ആർക്കാണോ അതിന്റെ കോമ്പൻസേഷൻ കിട്ടുന്നത് ആ വ്യക്തികളെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഇൻഷുവേർഡ്. ഉദാഹരണം പറയാം, ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നു. ഇത്ര രൂപയുടെ സം അഷ്വേർഡ്, ഇത്ര രൂപയുടെ 2 ലക്ഷം രൂപയുടെ ആയിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എഗ്രിമെന്റ്. അവരുടെ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന ഏത് പോളിസി, ഏത് ടൈപ്പ് ഓഫ് പോളിസിയാണോ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ പോളിസിയുടെ ഇതൊക്കെ കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഞാൻ വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് ഇന്ന പോളിസി ഞാൻ എടുക്കുന്നു. അപ്പൊ അങ്ങനെ നമുക്കൊരു സം അഷ്വേർഡ് പറയും, ഇത്ര കാലയളവിനുള്ളിൽ, അല്ലെങ്കിൽ എന്റെ എന്താ പറയാ ഡെത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ബിഫോർ ഏതാണോ ആദ്യം നടക്കുന്നത് അതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഇഞ്ചുറീസോ അല്ലെങ്കിൽ മറ്റേ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഏതാണ് വിച്ചവർ ഈസ് ഏർലിയർ, ഏതാണ് ആദ്യം ഒക്കെ ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ഇൻഡെംനിഫൈ ചെയ്യാം എന്നുള്ള ഗ്യാരണ്ടിയിലായിരിക്കും ഇൻഷുറൻസ് എടുക്കുക. അപ്പൊ എടുക്കുന്ന ആള്, ദാറ്റ് മീൻസ് ദ പേഴ്സൺ ഹു ഈസ് ഗോയിങ് ടു ഗെറ്റ് കോമ്പൻസേറ്റഡ്, ആർക്കാണോ ആ എക്സ്പെൻസ് അല്ലെങ്കിൽ ആ ലോസ് വരുമ്പോ ആർക്കാണോ ആ നഷ്ടത്തിന്റെ പരിഹാരം ലഭിക്കുന്നത് ആ വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ് എന്ന്. And who is the insurer? Insurer is the company that agrees to pay the compensated amount. ആ കൊടുക്കേണ്ട നഷ്ടപരിഹാരം കൊടുക്കേണ്ട എമൗണ്ട് ആരാണ് കൊടുക്കേണ്ടത്? നമുക്കറിയാം ഇത് ഇൻഷുറൻസ് കമ്പനിയാണ് കൊടുക്കേണ്ടത്. ഇൻഷുറൻസ് കമ്പനിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഷുറർ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുപ്പിക്കുമ്പോൾ LIC അല്ലെ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മുഖേന നമ്മൾ ഏതെങ്കിലും ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് അതെന്താ പറയുക LIC ആണ് നമ്മളുടെ ഇൻഷുറർ എന്ന് പറയുന്നത്. ഞാനൊരു LIC പോളിസി എടുക്കുകയാണെങ്കിൽ എന്റെ ഇൻഷുറർ എന്ന് പറയുന്നത് LIC, ലൈഫ് ഇൻഷുറൻസ് ഓഫ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അവരാണ്. ഞാനാണ് ഇൻഷുർഡ്. മനസ്സിലായോ? അപ്പൊ രണ്ട് വ്യക്തികളാണ് ഒരു ഇൻഷുറൻസിൽ ബേസിക് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ. ഇതിന്റെ ഇടയിൽ വേറെ ആൾക്കാർ കയറില്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല. പ്രധാനമായിട്ടും ബേസിക് ആയിട്ടുള്ള ഇൻഷുർഡും ഇൻഷുററുമാണ് ഒരു ഇൻഷുറൻസ് പദ്ധതി എഗ്രിമെന്റിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടീസ്. അപ്പൊ അവിടെ സെന്റൻസ് രണ്ടും അണ്ടർലൈൻ ചെയ്യാം. The insured is the person or business that gets compensated if the loss occurs എന്ന് വരെ മതി കേട്ടോ. ആ ഒക്കർ കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാമോ? അത് കഴിഞ്ഞ് എന്തൊക്കെയോ തെറ്റുകൾ ആ സെന്റൻസിന്റെ അകത്ത് കയറി വന്നിട്ടുണ്ട്. ഒക്കേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. ഈസ് നോൺ ആസ് ദ എന്ന് വെട്ടുക. എന്നിട്ട് ആ ഈസ് നോൺ ആസ് ദ എന്നുള്ളത് വെട്ടി കളയാം. വെട്ടിയോ? വെട്ടിയില്ലോ? സെന്റൻസിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനാണ്. സെന്റൻസിൽ എന്തൊക്കെയോ ഗഡബഡുണ്ട്, അപ്പൊ അതൊന്ന് മാറ്റാൻ വേണ്ടി ഒക്കേഴ്സ് മതി. ഇനി നോൺ ആസ് ദ എന്നുള്ളത് വെട്ടി കളഞ്ഞേക്കാം. ഇനി ഹു ഇസ് ദ ഇൻഷുറർ? ഇൻഷുറർ ഈസ് ദ കമ്പനി ദാറ്റ് അഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. ഈസിന്റെ ഐ ക്യാപിറ്റൽ ലെറ്റർ വേണ്ട, സ്മോൾ ലെറ്റർ മതി. Insurer is the company that agrees to pay the compensation. കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് സമ്മതിക്കുന്ന ആ ഒരു കമ്പനിയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. ആ ഇൻഷുറർ കഴിഞ്ഞിട്ട് ഒരു കുത്തില്ല കേട്ടോ, ഫുൾ സ്റ്റോപ്പ് ഇല്ല. അത് തെറ്റിപ്പോയതാണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണത്. ഇൻഷുറർ ഈസ് ദ കമ്പനി that agrees to pay the compensation. അത് രണ്ടും അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ് നമ്മൾ പറഞ്ഞു. ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. സമയം കുറച്ച് അധികം പോയി എന്റെ, അതിനിടയിൽ വേറെ ഡിസ്കഷൻ വന്നതുകൊണ്ടാണ്. മനസ്സിലായോ എല്ലാവർക്കും? ഇത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല, സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ കയറിയ ക്ലാസ്സിൽ ഞാൻ 3 പേജ് എടുത്തിട്ട് 1 മണിക്കൂർ കൊണ്ട് 3 പേജ് എടുത്തിട്ട് ഇറങ്ങി പോകുന്നത്. എനിക്ക് ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ കയറിയപ്പോ അത്രയും ഷുവർട്ടി ഇല്ല ഇത് എടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസസോ ഇഞ്ചുറീസോ ആക്സിഡൻസോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമുക്ക് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള, മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള ഇൻഷുറൻസ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് വിളിക്കുക. ആ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ എമൗണ്ട് നഷ്ടപരിഹാരമായി കിട്ടുന്ന വ്യക്തിയെ ഇൻഷുർഡ് എന്നും അത് കൊടുക്കുന്ന വ്യക്തിയെ ഇൻഷുറർ എന്നും വിളിക്കും. ദാറ്റ്സ് ഓൾ. അടുത്തത് ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇൻഷുറൻസിന്റെ ക്ലെയിമും അല്ലെങ്കിൽ എന്താ പറയാ ഇൻഷുറൻസിന്റെ എമൗണ്ട് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ ഇൻഷുർഡ്, അതായത് ഇൻഷുറൻസ് എടുക്കുന്ന ആള് ഹാവ് ടു പേ എ സ്മോൾ എമൗണ്ട് ആസ് ഒരു ചെറിയ എമൗണ്ട് ആയിട്ട്. മന്ത്ലി ആണോ, വീക്ക് എന്താ പറയാ ആനുവൽ ആണോ, ഹാഫ് ഇയർലി ആണോ, ക്വാർട്ടർലി ആണോ, ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക്, ദാറ്റ് മീൻസ് ടു ദ ഇൻഷുറർ, ഇൻഷുറൻസ് ഒരു നിശ്ചിത തുക ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന ആ തുകയെ നമ്മൾ വിളിക്കുന്ന പേരാണ്
പ്രീമിയം വിച്ച് ഈസ് നോട്ട് റിട്ടൺ. അവിടെ എഴുതിയിട്ടില്ല, അതൊന്നും നമ്മൾ എഴുതി ചേർക്കണം. അടുത്ത പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞ സെന്റൻസ് ഇല്ലേ, ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം എന്നൊന്ന് എഴുതി ചേർക്കാമോ? ഇൻഷുറർ കഴിഞ്ഞിട്ട് ആ ഭാഗത്തൊന്ന് എഴുതി ചേർക്കുക. നിങ്ങളത് അവിടെ വിട്ടുപോയിരിക്കുകയാണ്. ദ മണി that is paid by the insured to the insurer is called premium. ഇൻഷുറർക്ക് അതിനു വേണ്ടി അടയ്ക്കുന്ന കാശിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രീമിയം. പ്രീമിയം അടച്ചോ? അതായത് ഇൻഷുറൻസിന്റെ പ്രീമിയം അടച്ചോന്ന്. വണ്ടി വാഹനമൊക്കെ ആൾക്കാർ എടുക്കുന്നവരാ, നമ്മളൊക്കെ അതിന്റെ ഇൻഷുറൻസ് കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ട്. പക്ഷെ അവരവിടെ ആ ഒരു ഇതിന് പ്രീമിയം അവിടെ പർട്ടിക്കുലർലി ഉപയോഗിക്കാറില്ല. ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നവര് തീർച്ചയായിട്ടും പറയാറുണ്ട് പ്രീമിയം, ഈ മാസത്തെ പ്രീമിയം അടച്ചോ, അങ്ങനെയൊക്കെയാ ചോദിക്കുക. ദാറ്റ് മീൻസ് നമ്മൾ അടയ്ക്കുന്ന, സ്ഥിരമായി അടയ്ക്കുന്ന എമൗണ്ട്. അത് മെഡിക്കൽ ഇൻഷുറൻസിൽ അധികമില്ല, വളരെ അത് നമ്മൾ പഠിക്കുമ്പോൾ പറയാം എന്നുള്ളതാണ്. ഇത് കോമൺ ആയിട്ട് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ സെന്റൻസ്? അവിടെ എഴുതി ചേർത്തോ? ദ മണി ദാറ്റ് ഇസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം എന്ന് എഴുതിയോ എല്ലാവരും? എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്യാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ടേംസും വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് വേഗം റെസ്പോണ്ട് ചെയ്യാം. ആണുങ്ങളില്ലല്ലോ ആരും, കാലത്തന്നെ ആർക്കും ഒരു ഇതില്ലല്ലോ. ഇപ്പഴത്തെ നിങ്ങളുടെ റിയാക്ഷൻസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ ഇൻഷുർഡ് അടച്ചുകൊണ്ടിരിക്കുന്ന പൈസയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് എന്താന്ന് പറഞ്ഞു. നമുക്ക് മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി, എങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന രോഗം, നമുക്ക് ആക്സിഡൻസ് ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ്, രോഗങ്ങളും ആക്സിഡന്റും ഉണ്ടാകുമ്പോൾ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ? അതൊരു എഗ്രിമെന്റ് ആണ്, അതൊരു കരാറാണ്. ആരൊക്കെ തമ്മില്? ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുർഡ്. ഇൻഷുററും ഇൻഷുർഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആകാം, ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആകാം. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് which agrees to provide specific health insurance coverage on a particular premium. ഒരു നിശ്ചിത പ്രീമിയം അടച്ച് ആ അടയ്ക്കുന്നതിന്റെ തുക ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് ഉണ്ടാകുന്ന ആക്സിഡൻസോ മറ്റ് ഡിസീസസോ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് തരാമെന്നുള്ള കരാറ്. ആരൊക്കെ തമ്മിൽ? ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു കരാറിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുക. അതൊക്കെ നിസ്സാരമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, രോഗം അല്ലെങ്കിൽ ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആശുപത്രി കിടക്കും. ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ മരുന്നിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കുഞ്ഞു കാശൊന്നുമല്ല. ഇന്ന് ഹോസ്പിറ്റൽസ് ഒക്കെ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവര് പറയുന്ന കാശ് കൊടുക്കേണ്ടി വരും. ലക്ഷങ്ങൾക്ക് യാതൊരു ഒരു ക്ഷമവും ഇല്ലാത്ത രീതിയിലായിരിക്കും ബില്ലുകൾ അവിടെ നിന്ന് പറയുക. അപ്പൊ അത്രയും വലിയ ബില്ലുകളുടെ എമൗണ്ട് ഒക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം എന്ന് മുൻകൂട്ടി നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മളുടെ ലൈഫിനെ സെക്യൂർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളാണ് ഇത്തരം ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത്. ആ ഇൻഷുറൻസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചില ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് നമ്മൾ നിശ്ചിത തുക ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. ഗവൺമെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസുകളും ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇഷ്ടംപോലെ വരാൻ പോകുന്ന പേജുകളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഇപ്പൊ ഈ ടേമുകൾ എന്താണെന്ന് പഠിക്കാം. അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് മനസ്സിലായല്ലോ? ഇറ്റ്സ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുർഡ്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ്. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ പേരിലായിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തികളുടെ കൂട്ടത്തിന്റെ പേരിലായിരിക്കാം ആ ഇൻഷുറൻസ് എടുക്കുക. അതെന്താന്ന് പറയാ? ആ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കണേ. ചില ഓർഗനൈസേഷനിൽ, ചില ബിസിനസ് സ്ഥാപനങ്ങളിലെ അവിടുത്തെ ജോലിയുടെ റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ട് ചില ജോലി സ്ഥാപനങ്ങളൊക്കെ ഇച്ചിരി റിസ്കി ആയിട്ടുള്ള ജോലികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ജോലി സാഹചര്യങ്ങളിൽ ആ കൂട്ടത്തിൽ ആ എംപ്ലോയീസിന്റെ പേരിലൊക്കെ ചില എംപ്ലോയർമാര് ഇൻഷുറൻസ് എടുക്കും. കാരണം ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ മുന്നിൽ കണ്ടിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ആ ചിലപ്പോൾ അതിന് ചികിത്സയും മറ്റു കാര്യങ്ങൾക്ക് ഹ്യൂജ് എമൗണ്ട് ഒക്കെ ചിലപ്പോൾ ചെലവാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു പ്രീമിയം ആയിട്ട് അടച്ച് നമ്മൾ അവരുടെ പേരിൽ, ആ വ്യക്തികളുടെ ഗ്രൂപ്പിന്റെ പേരിൽ നമ്മളൊരു പോളിസി ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്രയും വലിയ എമൗണ്ട് നമ്മൾ ഒറ്റയടിക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരില്ല. അത് ബിസിനസ്സിന് വലിയ നഷ്ടമായി പോകും. അപ്പൊ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളും കൂടി മുന്നിൽ കണ്ടിട്ടാണ്. ഇതൊക്കെ കോമൺ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല.
നമ്മള് ഒരു എന്താ പറയാ രോഗത്തെ ചികിത്സിച്ച് അതിന് ഓപ്പറേഷൻസ് നടത്തുന്ന അത്രയും പാടൊന്നുമില്ല ഈ ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഇതൊക്കെ നാച്ചുറലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത പ്രീമിയം ചിലപ്പോൾ മന്ത്ലി ആകാം, ചിലപ്പോൾ ക്വാർട്ടർലി ആകാം, ചിലപ്പോൾ ഇയർലി ആകാം, അങ്ങനെ അടച്ച് നമുക്ക് അതിൽ നിന്നും ആ ഒരു എമൗണ്ട് തരാമെന്നുള്ള ഒരു ഗ്യാരണ്ടി, ഇറ്റ്സ് ആൻ എഗ്രിമെന്റ്, ഒരു കരാറാണ്. അത് ആ കരാർ ആരൊക്കെ തമ്മിലാണെന്ന് ഓർക്കാൻ, ഇൻഷുററും ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് മീൻസ് ഇൻഷുർഡ്, ആ ഇൻഷുറൻസിന്റെ എമൗണ്ട് കിട്ടേണ്ട വ്യക്തി, അവർ തമ്മിലുള്ള കരാറ്. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ക്ലെയിം ആണ്. ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഓരോന്നും ടേംസ് ആണ് കേട്ടോ. ഈ ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് മുന്നോട്ടേക്ക് പഠിച്ച് നമുക്ക് പോകണമെങ്കിൽ ഈ ടേമുകൾ കുറച്ച് നമ്മൾ ആദ്യം തന്നെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാലും നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്താണ് ക്ലെയിം എന്ന് പറയുന്നത്? ക്ലെയിം ഈസ് ദ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ദ കോമ്പൻസേഷൻ ഫ്രം ദ ഇൻഷുറർ വിച്ച് ഈസ് കവേർഡ് ബൈ എ പോളിസി. അതായത് ഇപ്പൊ ഞാനൊരു പോളിസി എടുത്തിട്ടുണ്ട്. ആ പോളിസി എന്താ പറയാ, ഞാനിപ്പോ എന്തെങ്കിലും രോഗവുമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഇപ്പൊ ഞാൻ എന്റെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു പോളിസിയാണ്. അപ്പൊ അതിനകത്ത് മെഡിക്കൽ കവറേജുകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അത് എന്ത് ചെയ്യാം, അതിന് എനിക്ക് അർഹതയുണ്ട്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, വലിയ എമൗണ്ട് ഒക്കെയാണ് എനിക്ക് അതിന്റെ എന്താ പറയാ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ചാർജസും ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഒക്കെ വേണം. അപ്പൊ തന്നെ എന്ത് ചെയ്യണം, എനിക്ക് രോഗം വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയി എന്ന് പോളിസി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ആർക്കറിയണമെന്നില്ല. അവര് പോളിസിയുടെ ആരുടെ പേര്, ഏത് കമ്പനിയിൽ നിന്നാണോ ഞാൻ പോളിസി എടുത്തേക്കണം, അവരിത് നോക്കിക്കൊണ്ടിരിക്കുകയല്ല. എനിക്ക് എന്തെങ്കിലും രോഗം വരുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് വരുന്നുണ്ടോ, ഹോസ്പിറ്റലൈസ്ഡ് ആകണോ എന്ന് അവര് ഞാൻ മാത്രമല്ല അവരുടെ കസ്റ്റമർ ആയിട്ടുള്ളത്, ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടൊന്നും ഇരിക്കാൻ അവർക്ക് പറ്റില്ല. സോ ഐ ഹാവ് ടു മേക്ക് ദ ക്ലെയിം. ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി, എനിക്ക് ഇങ്ങനെ ഇന്ന അസുഖമാണ്, ഇങ്ങനെ ഒരു ആക്സിഡന്റ് വന്നു, സോ ഐ ഹാവ് ടു ഗെറ്റ് മൈ ക്ലെയിം. എനിക്ക് ആ ക്ലെയിം, മെഡിക്കൽ ക്ലെയിം, എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ആ ക്ലെയിമിന് ഞാൻ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, റിക്വസ്റ്റ് ചെയ്യേണ്ടത്. ആ റിക്വസ്റ്റിനെയാണ് ക്ലെയിം എന്ന് വിളിക്കുക. നമ്മൾ ആവശ്യപ്പെടണം, ഇന്ന് എനിക്ക് ഇങ്ങനെ സ്ഥലത്ത് വെച്ച് ആക്സിഡന്റ് ഉണ്ടായി, ആൻഡ് ഇന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എനിക്ക് ക്ലെയിം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് റിക്വസ്റ്റ് ചെയ്യണം. ആ റിക്വസ്റ്റിനെയാണ് എന്തെന്ന് വിളിക്കുക, ക്ലെയിം എന്ന് വിളിക്കുക. ആ എന്താണോ നമുക്ക് നഷ്ടമുണ്ടായത്, ആ നഷ്ടം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയോട് ചെയ്യുന്ന റിക്വസ്റ്റിനെയാണ് എന്തെന്ന് വിളിക്കുക, ക്ലെയിം എന്ന് വിളിക്കുക. ക്ലെയിം ഈസ് എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറർ ഓഫ് എ ലോസ് കവേർഡ് ബൈ എ പോളിസി. ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന തുകയ്ക്ക് കവർ ചെയ്യാവുന്ന എമൗണ്ട് അവർ തരുള്ളൂ കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് 2 ലക്ഷം രൂപയുടെ പോളിസിയാണെന്ന് വിചാരിക്കുക. 2 ലക്ഷമാണ് അതിലെ സം അഷ്വേർഡ്. പക്ഷെ എനിക്ക് വന്നിരിക്കുന്ന ആക്സിഡന്റിൽ അല്ലെങ്കിൽ എനിക്ക് ക്ലെയിം ആയിട്ട് വേണ്ടത് ഹോസ്പിറ്റലൈസിലെ ചാർജസും മറ്റുമൊക്കെ വരുമ്പോ ഒരു 3-5 ലക്ഷം രൂപ വേണമെന്ന് വിചാരിക്കാം. ഇൻഷുറൻസ് കമ്പനി തരില്ല. ഈ മാക്സിമം ഈ എമൗണ്ടിന്റെ അത്രയും വരെയുള്ളത്. അതിന് കൂടാതെ അതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ അത് വേറെ രീതിയിലാണ്, അത് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ. അല്ലാതെ എപ്പൊ നിനക്ക് എന്താ സുഖം വന്നാലും എന്താ പറയാ അങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലല്ല. there are many terms and conditions. നമ്മൾ ഓരോ പോളിസി എടുക്കുമ്പോഴും അതിന് പ്രധാനമായിട്ടും ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ പുറകുവശത്തേക്ക് ഒന്ന് തിരിച്ചു നോക്കിയാൽ മതി. ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ബോണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ആ ബോണ്ട് എടുത്തു വെച്ചിട്ട് അതിന്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ there are a lot of terms and conditions written. ആ കമ്പനിക്കാർക്ക് അവർക്ക് യാതൊരു രീതിയിലും അവർക്കും നഷ്ടം വരാൻ പാടില്ല. എല്ലാവരും ജോലി ചെയ്യുന്നത് എന്തിനാ? അവരവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും, അല്ലാതെ മനുഷ്യന്മാരുടെ മാത്രം നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ അവരുടേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ വി ആർ അഗ്രീയിങ് ടു ദാറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ആ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അതൊക്കെ സമ്മതിക്കുന്നു എന്നാണ് അതിൽ എഴുതി വെച്ച് ഒപ്പിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഉള്ള ആ ലോസിനെ ഇൻഡിഗ്നിഫൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന റിക്വസ്റ്റ്, അതിനെയാണ് ക്ലെയിം എന്ന് പറയാം. ക്ലെയിം എന്താണെന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ക്ലെയിം, ഹെൽത്ത് ഇൻഷുറൻസ് എന്താന്ന് പറഞ്ഞു, ഇൻഷുർഡ് എന്താന്ന് പറഞ്ഞു, പ്രീമിയം എന്താണെന്ന് പറഞ്ഞു, ഇൻഷുറർ എന്താണെന്ന് പറഞ്ഞു, പ്രീമിയം എന്താണെന്ന് പറഞ്ഞു, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് പറഞ്ഞു, ക്ലെയിം എന്താണെന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? യെസ്. ആൻഡ് ദ ക്ലെയിം ആർ ഓഫ് 2 types. 2 തരം ക്ലെയിം ഉണ്ട്. 2 തരം ക്ലെയിം ഉണ്ടെന്ന് പറയുമ്പോൾ രണ്ടും ക്ലെയിം തന്നെയാണ്, പക്ഷെ രണ്ടും വരാൻ സാധ്യതയും ഉണ്ട് ചിലപ്പോഴൊക്കെ. ഒന്ന് ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആണ്, 2 തേർഡ് പാർട്ടി ക്ലെയിം ആണ്. എന്ന് വെച്ചാൽ എന്താ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഞാനിപ്പോ ഒരു വണ്ടി ഓടിച്ചു പോകുന്നു. വണ്ടി ഓടിച്ചു പോകുമ്പോൾ എനിക്കൊരു ആക്സിഡന്റ് പറ്റി, വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ തന്നെ പറഞ്ഞു വേണമെന്ന് വിചാരിക്കും, എനിക്ക് എന്തെങ്കിലും പറ്റി. സോ ഐ ഹാവ് ടു ക്ലെയിം.
ഇപ്പൊ എനിക്ക് എന്തെങ്കിലും എന്താ പറയാ കാലിലോ അല്ലെങ്കിൽ എവിടേക്ക് എന്തെങ്കിലും ഫ്രാക്ചർ പറ്റി, അപ്പൊ എനിക്ക് അതിന്റെ ക്ലെയിം കിട്ടണം. കാരണം അങ്ങനെയൊക്കെ ഉള്ള ഒരു പോളിസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനത് ക്ലെയിം ചെയ്യുന്നു ഇൻഷുറൻസ് കമ്പനിയോട്. സോ ഐ ആം മേക്കിംഗ് മൈ ക്ലെയിം ടു മൈ ഓൺ ഇൻഷുറൻസ് കമ്പനി. ഞാൻ എവിടെയാണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്, ആ ഒരു എഗ്രിമെന്റ് ആരുമായിട്ടാണോ ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്, ഞാൻ എന്റെ കമ്പനിയോട് തന്നെ അതിന്റെ ക്ലെയിമിന് വേണ്ടി ആവശ്യപ്പെടും. അതിനെയാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. അത് ക്ലിയർ ആയോ? അത് ക്ലിയർ ആയാലും അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? യെസ്. ദെൻ വാട്ട് ഈസ് തേർഡ് പാർട്ടി ക്ലെയിം? ഇതേപോലെ തന്നെ ചില സാഹചര്യങ്ങളില് നമ്മുടെ ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ there will be a fixed, നമ്മൾ അറിയാതെ അതിനകത്ത് പെട്ടുപോകുന്ന, അതിനകത്തേക്ക് ചേർക്കപ്പെടുന്ന, അറിയാതെയല്ല അറിഞ്ഞുകൊണ്ടും ഒക്കെ ചേർക്കപ്പെടുന്ന മറ്റൊരു ക്ലെയിം കൂടി അതിനകത്തുണ്ട്. ഇപ്പൊ ഉദാഹരണം, നമ്മളൊരു വണ്ടി വാങ്ങിച്ചു. ഈ വണ്ടി വാങ്ങിക്കുമ്പോ വണ്ടിയൊക്കെ എടുക്കുമ്പോഴല്ലേ അതിനകത്തൊരു ക്ലെയിം വരുന്നത്, ഈ രണ്ട് ക്ലെയിം വരും. ദാറ്റ് മീൻസ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം വരും, തേർഡ് പാർട്ടി ക്ലെയിം വരും. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഈ വണ്ടി കൊണ്ടുപോയി, നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൽ ആരും ഉണ്ടായില്ല എനിക്ക് തടസ്സം വരാൻ, ഞാൻ തന്നെ എവിടെയെങ്കിലും വന്ന് ഉരുണ്ട് പടഞ്ഞ് വീണിട്ട് ഉണ്ടായ അപകടമാണ്. സോ എനിക്ക് മാത്രം, എനിക്ക് വേറെ ആർക്കും വേറെ ഒന്നും പറ്റിയിട്ടില്ല, ഞാൻ തന്നെ. എന്നാൽ ഞാൻ ഈ ഓടിച്ചുകൊണ്ട് പോകുന്ന വണ്ടി കൊണ്ടുപോയി എവിടെയെങ്കിലും തലകയറ്റി വെച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും മതിലോ എവിടെയെങ്കിലും എന്തെങ്കിലും സാധനത്തിൽ കൊണ്ടിടിച്ചു. ആൻഡ് there has been a loss occurred due to my vehicle. എന്റെ വാഹനം കൊണ്ട് ആ മറ്റേ വേറെ ഒരാളുടെ പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലും ലൈഫിനോ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കാം. വേറെ ആളുടെ മേത്തുകൊണ്ട് ഇടിച്ചു, ആളും ഉരുണ്ട് പടഞ്ഞു വീണു, ആളുടെ എന്തെങ്കിലും ഫ്രാക്ചേഴ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും മതിലാണ് കൊണ്ടിടിച്ച് ആ മതിലിടിഞ്ഞു വീണു എന്ന് വിചാരിക്കാം. സോ അവർക്ക് അതിന്റെ നഷ്ടം കൊടുക്കേണ്ടി വരില്ലേ? വരൂലേ? വരൂല്ലേ? നിങ്ങൾ പറ. വരും. ആര് കൊണ്ട്? അവർ കൊണ്ടല്ലല്ലോ, ഞാൻ കാരണമല്ലേ, ഞാൻ വേറെ ആളല്ലേ. അപ്പൊ എന്റെ വണ്ടിയും ഞാനുമാണ് അവിടെ ചെന്ന് കയറി കൊടുത്തത്. അപ്പൊ അവർക്കുണ്ടായ നഷ്ടത്തെ കൂടി ദൂരീകരിക്കാൻ അവരും എന്ത് ചെയ്യും? നമ്മളോട് ക്ലെയിം ചെയ്യിക്കും. നമ്മളോടല്ല, എന്നോട് ചോദിക്കൂല, എന്റെ ഇൻഷുറൻസ് കമ്പനിക്കാരോട്. സോ ഒരു ക്ലെയിം അവർക്കും കൂടി കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അത്തരം ഇൻഷുറൻസ് കൂടി എന്ത് ചെയ്യുന്നു? വെഹിക്കിൾസിലൊക്കെ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്തരം ഇൻഷുറൻസ് വെഹിക്കിൾസിലൊക്കെയാണ് കൂടുതൽ വരിക. എന്ന് വെച്ചാൽ നമ്മളുടെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ മറ്റൊരാളുടെ ലൈഫിനോ പ്രോപ്പർട്ടീസിനോ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ വരുത്തുകയാണെങ്കിൽ അവർക്ക് കൂടി ആ ക്ലെയിം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുക്കുന്ന ക്ലെയിമിനെയാണ്, അതായത് അയാളുടെ ഇൻഷുറൻസ് കമ്പനി അല്ല, എന്റെ ഇൻഷുറൻസ് കമ്പനിയോടാണ് അവർ ക്ലെയിം അവകാശം പറഞ്ഞത്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ക്ലെയിമിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. ബിക്കോസ് അവര് നമ്മളുടെ വണ്ടി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ പ്രോപ്പർട്ടിക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിന്റെ ക്ലെയിം തരണം. അപ്പൊ അയാളുടെ കമ്പനിയോടല്ല, നമ്മുടെ കമ്പനിയോടാണ് അയാൾ ആവശ്യപ്പെടുന്നത്. കാരണം അയാളുടെ ഇൻഷുറൻസ് അല്ലത്, എന്റെയാണ്. പക്ഷെ എന്റെ വണ്ടിയും ഞാനുമാണ് ചെന്ന് അങ്ങോട്ട് എഴുതി കൊടുത്ത് എന്തെങ്കിലും നാശനഷ്ടം വരുത്തിയത്. സോ അങ്ങനെ കൊടുക്കുന്ന ക്ലെയിം അതിനെയാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കാം. തേർഡ് പാർട്ടി ക്ലെയിം, ക്ലെയിംസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ അഗെയിൻസ്റ്റ് അനദർ പേഴ്സൺസ് ഇൻഷുറൻസ് കമ്പനി. മറ്റൊരു ആളുടെ ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ക്ലെയിമിനെയാണ് എന്തെന്ന് വിളിക്കുക? തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. ഫസ്റ്റ് പാർട്ടി ക്ലെയിം, ഞാൻ എന്റെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുന്നു, ക്ലെയിമിന് ആവശ്യപ്പെടുന്നു, റിക്വസ്റ്റ് വെക്കുന്നു, അത് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. എന്നാൽ ഞാൻ മുഖേന മറ്റൊരാളുടെ ലൈഫിനോ പ്രോപ്പർട്ടീസിനോ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വരുത്തിയിട്ട് അവര് നമ്മളുടെ കമ്പനിയോട് ക്ലെയിം ചോദിക്കുന്നു. ദാറ്റ് ഈസ് തേർഡ് പാർട്ടി ക്ലെയിം. ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? യെസ്. അതുവരെ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? നമ്മളിപ്പോ എന്താ പറയാ, ക്ലെയിമിന്റെ ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം വരെയാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഇനിയുള്ള ഭാഗമൊക്കെ അങ്ങോട്ട് വേഗം പോകോട്ടാ. ഇത്രയും ടേംസ് ക്ലിയർ ആക്കുക എന്നുള്ളത് എന്റെ ഉദ്യമമാണ്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായെന്ന് വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേം നമ്മൾ പഠിക്കുന്നത് എക്സ്ക്ലൂഷൻ. വാട്ട് യു മീൻ ബൈ എക്സ്ക്ലൂഷൻ? എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കപ്പെടുക എന്നാണ്. എക്സ്ക്ലൂഡ് ചെയ്യുക, ഒഴിവാക്കുക എന്നാണ്. എന്ത് ഒഴിവാക്കുന്ന കാര്യമായിരിക്കും ഉദ്ദേശിക്കുന്നത്? There are certain circumstances or specific conditions which are not enlisted in the policy. That means which are not covered in the policy risk. അതായത് ചില കാര്യങ്ങൾ, ചില കണ്ടീഷൻസ്, ചില സാഹചര്യങ്ങളെ ഇൻഷുറൻസിന്റെ കവറേജിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഷുറൻസ് പോളിസി റിസ്കിനകത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, കുറെ സർക്കംസ്റ്റാൻസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ എന്തിനും ഏതിനും ഇൻഷുറൻസ് പോളിസി കമ്പനി നമുക്ക് നഷ്ടപരിഹാരം തന്നോളും എന്ന ഒരു വിചാരം ഉണ്ടെങ്കിൽ അത് തെറ്റാണ്.
എന്നാൽ ഇൻഷുറൻസ് കമ്പനി അവരുടെ എഗ്രിമെന്റിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനി ആയാലും ദർ ആർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചില എക്സ്ക്ലൂഷൻസ്, ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, ചില സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നത് ഇൻഷുറൻസിന്റെ കവറേജ് ഏരിയയിൽ വരുന്നതല്ല, ഇൻഷുറൻസിന്റെ റിസ്കിനകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തില്ല എന്ന് മാറ്റി വെക്കുന്നുണ്ട് പല ഇൻഷുറൻസ് കമ്പനികളും. അത് ഏതൊക്കെയാണെന്ന് താഴെ കുറച്ച് അടുത്ത പേജുകളിൽ ഉണ്ട് കേട്ടോ, അന്നേരം പഠിക്കാം. എന്താണ് എക്സ്ക്ലൂഷൻ എന്ന് അത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. എന്താണ് എക്സ്ക്ലൂഷൻ എന്ന് മനസ്സിലായോ? എക്സ്ക്ലൂഡ് ചെയ്യുക മീൻസ് ഒഴിവാക്കുക. ചില റിസ്കുകള്, ചില സാഹചര്യങ്ങള്, ചില സ്പെസിഫിക് കണ്ടീഷൻസ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ റിസ്ക് ഓഫ് പോളിസി. പോളിസിയുടെ റിസ്കിന് കീഴിൽ വരാത്ത ചില സാഹചര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയാ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കാം. ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്താ ഹെൽത്ത് ഇൻഷുറൻസ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കവർ ഫോർ ദ കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ മെഡിക്കൽ ആൻഡ് ഓൾസോ സർജിക്കൽ എക്സ്പെൻസസ്. ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ വ്യക്തിയുടെ മെഡിക്കൽ എക്സ്പെൻസസ്, സർജിക്കൽ എക്സ്പെൻസസ് എല്ലാം കവർ ചെയ്യാമെന്നുള്ള ഒരു പോളിസി, അതിനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. അതായത് ഹോസ്പിറ്റലിലെ ചെലവുകൾ, സർജിക്കൽ ചെലവുകൾ, മറ്റനേകം ചെലവുകളൊക്കെ, ഒരുപാട് ചെലവുകളുണ്ട്. ചില ചെലവുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചില ചെലവുകളെ നമ്മൾ ഉൾപ്പെടുത്തില്ല എന്നും അവിടെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ അന്നേരം പഠിക്കും. അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കാം. ഇനി അടുത്തത് എന്താണ്? മെഡിക്ലെയിം ഇൻഷുറൻസ് ആണ്. മെഡിക്ലെയിം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? കുറെ പേരൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് മെഡിക്ലെയിം ഇൻഷുറൻസുകൾ ഉണ്ട് ഇല്ലേ? Can you say any example for that? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് പറയാമോ ആർക്കെങ്കിലും? ഇല്ല? പറയേ എന്ന് പറഞ്ഞേ. മെഡിസെപ്പ്, ESI, RSBI. വെരി ഗുഡ്. അത് തന്നെ കറക്റ്റ് ആണ്. നമ്മൾ ഇതൊക്കെ പഠിക്കൂട്ടാ. ESI പഠിക്കുന്നുണ്ട്, RSBI പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതാണ്. ഓക്കെ, അന്നേരം പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മള് അറിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഈ കിടന്ന് ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇതൊക്കെ ആദ്യമായിട്ട് കേട്ടതാണോ? ഓ ദൈവമേ. ഞാൻ മറ്റേ ക്ലാസ്സിലൊക്കെ എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റി. അവര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല രസമുണ്ട് കേൾക്കാൻ ക്ലെയിമിനെ കുറിച്ചൊക്കെ. കാരണം എന്ന് വെച്ചാൽ എല്ലാം നമ്മള് അറിയാവുന്ന കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആവും. അതൊക്കെ നമുക്ക് അറിയാലോ, സൂപ്പർ ആണല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തീർക്കാനും പറ്റിയിട്ട് ചാപ്റ്റർ. ഓക്കെ, യെസ്. അപ്പൊ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ്? മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് കവേഴ്സ് ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ബേസ്ഡ് ഓൺ ദ മാക്സിമം സം ഇൻഷുർഡ്. നമ്മൾ ഇപ്പൊ ഒരു പോളിസി എടുക്കുമ്പോൾ അതിനകത്തൊരു മാക്സിമം ഇപ്പൊ ഈ ഗവൺമെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമുകളൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ പോളിസീസ് ഒക്കെ. അങ്ങനത്തെ പോളിസീസിൽ ഒരു ഇത്ര എമൗണ്ട് വരെ നിങ്ങൾക്ക് ആ ഒരു സ്കീം എടുത്തോ. കുറെ എന്താ പറയാ, കുറച്ച് പോവർട്ടി ലെവലിലുള്ള BPL എന്താ പറയാ വിഭാഗങ്ങളിലുള്ള ആളുകള്, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റുകൾ ഓഫർ ചെയ്തിരിക്കുന്ന കുറെ ഇൻഷുറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവര് ഈ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് അത്രയും ആളുകൾക്ക്, നമുക്കറിയാം അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നവരാ. ബിലോ പോവർട്ടി ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവര് നിത്യം അവർക്ക് ഓരോ ദിവസവും ജോലിക്ക് പോയാൽ അവരുടെ ആ ദിവസത്തെ കാര്യങ്ങള് ഭംഗിയായി നടക്കുള്ളൂ. ഒരു ദിവസം എങ്ങാനും അവർക്ക് ജോലിയില്ല, നമുക്കറിയാം ഇപ്പൊ നമ്മുടെ വെതർ കണ്ടീഷൻസ് എന്തൊക്കെ, ക്ലൈമറ്റ് ഒക്കെ എന്താ പറയാ ഫേവറബിൾ അല്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എല്ലാ വയ്യായ്ക വന്നപ്പോ പനിയൊക്കെ ആണെങ്കിലും അത്ര പനിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റൽ എന്താ പറയാ ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അത്തരം സാഹചര്യത്തില് അങ്ങനെയൊക്കെ വരുമ്പോ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഈ ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ അവരുടെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് ഏൺ ചെയ്യുന്ന, ഒരുപാട് 5, 6 മക്കളൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളോട് ചിലപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല. എന്നാൽ ഓരോ ദിവസവും ആ ജോലി അന്ന് പോയാൽ മാത്രമേ എനിക്കും എന്റെ വീട്ടിലും അന്ന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എന്താ പറയാ സ്മൂത്ത് ആയിട്ട് ആ ഒരു ദിവസം ഫംഗ്ഷൻ ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. അപ്പൊ അവരെ പോലുള്ളവർക്ക് ഇത്തരം എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡിസീസസ് അവരുടെ കുടുംബത്തിലെ ആരെങ്കിലും ബാധിച്ചാൽ അതെന്ത് പറ്റും, അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഗവൺമെന്റ് കുറെ ഇതുപോലെയുള്ള ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ RSBI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരം ഇൻഷുറൻസുകൾ എടുക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന ചെലവുകൾ മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ചെലവുകളും അതാ പറഞ്ഞിരിക്കുന്ന സം അഷ്വർഡ്. ഇപ്പൊ ഒരു വർഷത്തിനുള്ളിൽ അത്തരം ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ആർക്കും വന്നാലും ഇത്ര രൂപ, മാക്സിമം ഇത്ര രൂപ, അതാണ് സം അഷ്വർഡ് എന്ന് പറയുന്നത്. ആ ഓഫർ ചെയ്തിരിക്കുന്ന എമൗണ്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസുകൾ ആര് മീറ്റ് ചെയ്യും? ഇൻഷുറൻസ് മീറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇൻഷുറൻസുകളെയാണ് മെഡിക്ലെയിം, മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലെയിം, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ്.
ക്ലിയർ ആയോ? എന്താണ് മെഡിക്ലെയിം ഇൻഷുറൻസ്? മനസ്സിലായില്ലേ? ഇതൊക്കെ ടേമുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു പറയാതെ. ആൻഡ് വിച്ച് ആർ ദ സിറ്റുവേഷൻസ്, അത്തരം സിറ്റുവേഷൻസ് എന്താണ്? ഈ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് നമ്മൾ പറഞ്ഞല്ലോ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നത്. അങ്ങനെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ്, പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങള്. പിന്നെന്താ പറയാ, പെട്ടെന്നുണ്ടാകുന്ന രോഗം എന്ന് പറയുമ്പോൾ എന്താ, നോക്കിയിരിക്കുമ്പോൾ തന്നെ രോഗം ഉണ്ടാകുന്നതാണ്, അതല്ല അവർ ഉദ്ദേശിച്ചത്. അതായത് നമ്മള് എന്താ പറയാ, നേരത്തെ തന്നെ രോഗിയല്ല എന്ന്, അതാണ് ഉദ്ദേശിച്ചത്. അല്ലെ, ചിലപ്പോഴൊക്കെ ചിലര് ജന്മനാ രോഗിയാകുന്നവരുണ്ട്. അങ്ങനെയല്ലാതെയൊക്കെ ഉള്ള രോഗങ്ങൾക്കൊക്കെ ആ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഇൻഷുറൻസിന്റെ എമൗണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചത്, സഡൻ ഇൽനെസ് എന്ന്. പിന്നെന്താ, ഇൻ ദ ഇവന്റ് ഓഫ് ആൻ ആക്സിഡന്റ്, ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാല്. ഇൻ കേസ് ഓഫ് സർജറി, ഏതെങ്കിലും തരത്തിലുള്ള സർജറീസ് വന്നാല്. വിച്ച് ഈസ് റിക്വയർഡ് എനി ഡിസീസ് വിച്ച് ഹാസ് അറൈസൺ ഡ്യൂറിംഗ് ദ പോളിസി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, പോളിസി പീരീഡിന് ഇടയിൽ നമുക്ക് ആ പോളിസി എടുത്തിരിക്കുന്ന കാലഘട്ടം മുതൽ അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സർജറീസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ ചെലവുകൾ. അപ്പൊ ഈ പ്രധാനപ്പെട്ട 3 സിറ്റുവേഷൻസിലാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാ? സഡൻ ഇൽനെസ്, in the event of accident, and also in case of surgery in respect of any disease which has arisen during the policy period. ഈ 3 ടിക്ക് ചെയ്യാമോ? 3 ആ സിറ്റുവേഷൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ സിറ്റുവേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടിക്ക് ചെയ്യാം 3. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിലെ ഫങ്ഷൻ ചെയ്യുന്ന ഇൻഷുറൻസ് ഫേംസിന്റെ പേരുകളാണ്. പേരുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാൻ മതി. ആ പേരുകൾക്ക് വേറെ പ്രാധാന്യമൊന്നുമില്ല. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി അക്സ, ICICI Prudential, മാക്സ് ന്യൂയോർക്ക് ആൻഡ് മെഡ് ലൈഫ് ഇന്ത്യ. ഈ 6 ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യയുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ചോദിക്കാറുണ്ട്, ആ ഫേമുകളുടെ പേരുകൾ. അപ്പൊ ചിലപ്പോൾ അതിനകത്തെ കൂടി 3 ഒക്കെ തന്നിട്ട് ഇതിനകത്ത് ഫേംസ് ഓഫ് ഇന്ത്യയിൽ വരാത്തത് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ അതിന്റെ ഇടയിൽ കയറി വരാം. അതുകൊണ്ട് തന്നെ ഈ 6 പേരും നന്നായി പഠിച്ചു വെച്ചേക്കാം. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി അക്സ, ICICI Prudential, മാക്സ് ന്യൂയോർക്ക് ആൻഡ് മെഡ് ലൈഫ് ഇന്ത്യ. ക്ലിയർ ആയോ? ഈ പേജിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? 1ാമത്തെ പേജില് നമ്മൾ കുറെ ടേംസ് ആണ് ആദ്യം പഠിച്ചത്. ഹെൽത്ത് ഇൻഷുറൻസ് എന്താന്ന് പഠിച്ചു. ഇൻഷുർഡ്, ഇൻഷുറർ, ക്ലെയിം, പ്രീമിയം, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ എക്സ്ക്ലൂഷൻ പറഞ്ഞു, അതോടൊപ്പം തന്നെ മെഡിക്ലെയിം ഇൻഷുറൻസ് പറഞ്ഞു. പിന്നെ കുറച്ച് എന്താ പറയാ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു 6 ഇൻഷുറൻസ് ഫേംസിന്റെ പേരുകളുമാണ് പഠിച്ചത്. പഠിച്ചില്ലേ? ഇപ്പൊ തന്നെ പഠിച്ചോന്നുള്ളൂ. ഇതിന് ഇനി വേറെ ദിവസം നിങ്ങൾ മുഹൂർത്തം ഒന്നും കുറിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്? എന്തുകൊണ്ട്? എന്തെങ്കിലും നേട്ടം ഉണ്ടോ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ പങ്കുചേരുന്നതിന്റെ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് എന്തെങ്കിലും നേട്ടം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ്. ഇന്നത്തെ ലൈഫ് സ്റ്റൈലും നമ്മളുടെ ഇന്നത്തെ എന്താ പറയാ പല കാര്യങ്ങളും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം. ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാ കേൾക്കുന്നത് കാണുന്നത് അല്ലേ? ദർ ഇസ് നോ സെക്യൂരിറ്റി. ഈ ഒരു സ്ഥലത്ത് നമ്മൾ അധിവസിക്കുന്ന സ്ഥലത്ത് നമുക്ക് യാതൊരു തരത്തിലും നമുക്ക് എന്തില്ല ഒരു സംരക്ഷണവും ആരും തരുന്നു നമ്മൾ വിചാരിക്കേണ്ട. സോ വി ഹാവ് ടു ബി സെക്യൂർഡ് അവർ സെൽസ്. നമ്മൾ സ്വന്തമായിട്ട് സുരക്ഷിതരാകാനായിട്ട് പല രീതിയിലും നോക്കിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ കൂടി സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല ഇൻഷുറൻസ് കമ്പനിയുടെയും പ്രൊമോട്ടറാണോ? തീർച്ചയായിട്ടും അല്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളാണ് ഇതിന് പറയിപ്പിക്കുന്നത് അല്ലെ? നമ്മൾ ഇന്നലെയും കുറെ വാർത്തകളൊക്കെ കണ്ടു അല്ലെ? ഭയങ്കര എന്താ പറയാ വേദനിപ്പിക്കുന്നതാണ് അതൊക്കെ. എന്താണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇതിന്റെ പല നേട്ടങ്ങളുണ്ട്. പ്രധാനമായിട്ടുള്ള നേട്ടങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ദർ ഈസ് നോ ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്. അതായത് നമുക്കറിയാം, നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ വലിയ എമൗണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന്, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ വലിയൊരു എമൗണ്ട് എടുത്ത് നമ്മുടെ പോക്കറ്റിൽ നിന്നോ പേഴ്സിൽ നിന്നോ ബാങ്കിൽ നിന്നോ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? വി വിൽ ഫേസ് ഫിനാൻഷ്യൽ ക്രൈസിസ്. തീർച്ചയായിട്ടും നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ അനുഭവപ്പെടും. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട്
നമ്മൾ ഇങ്ങനെ എണ്ണിച്ചൂട്ടപ്പം പോലെ നമുക്ക് കിട്ടുന്ന ഓരോ ഇൻകം നമ്മൾ ഇങ്ങനെ എന്താ പറയാ സേവ് ചെയ്തും അല്ലെ, ആവശ്യത്തിന് മാത്രം ചെലവഴിച്ച് ബാക്കിയുള്ളത് സേവ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചറിലെ കുറെ പ്ലാനിങ്ങുകളൊക്കെ നമുക്കുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നത് അല്ലെ. കിട്ടുന്നത് മുഴുവനും ഒരു മാസത്തിൽ കിട്ടുന്ന സാലറി മുഴുവനും ഈ മാസത്തേക്കുള്ളത് അന്നേരം തീർക്കാൻ വേണ്ടി അത് അടിച്ചു പൊളിക്കുക, അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഒരു ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു പങ്ക് അല്ലെ, മെജോറിറ്റി ഓഫ് അവർ ഇൻകം, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂച്ചറിൽ വേണ്ടിയിട്ട് സേവ് ചെയ്യുന്നുണ്ട് എല്ലാവരും. കാരണം നമ്മുടെ കുട്ടികളുടെ പഠനം ഏറ്റവും അത്യാവശ്യം അത് തന്നെയാണ് അല്ലെ. പിന്നെ നമുക്ക് ചിലപ്പോ വീടുണ്ടാക്കാനായിരിക്കാം, കുട്ടികളുടെ വിവാഹമായിരിക്കാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് വലിയ തുകകൾ ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ അങ്ങനെ സേവ് ചെയ്ത് വെക്കും. പക്ഷെ ഇങ്ങനെയുള്ള ചില ഡയറക്റ്റ് പേയ്മെന്റുകൾ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വലിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഭാഗത്തും അതിന്റെ ഭാഗമല്ല നേരത്തെ നമ്മൾ സമ്പാദിച്ചത് മുഴുവനൊക്കെ ഒരു ഒറ്റ നിമിഷം കൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്നും ഇല്ലാതായി പോകും. എന്നാൽ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് പോളിസീസ് പറയില്ലേ, ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞു കേട്ടത് ഒരു പനിക്കുള്ളൂ എന്ന്, എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമ്പാദ്യങ്ങളാണെങ്കിൽ ഒരു പനിക്കുള്ളൂ, ചിലപ്പോൾ ഒരു പനിയുമായിട്ടായിരിക്കും നമ്മളുടെ തുടക്കം ഏത് അസുഖങ്ങളും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഹ്യൂജ് എമൗണ്ട് ഒക്കെ മാറ്റി വെച്ചാൽ എന്ത് പറ്റും, നമ്മളെ അത് ഇറ്റ് റിസൾട്ട് ഇൻ എ ഫിനാൻഷ്യൽ ക്രൈസിസ്. തീർച്ചയായിട്ടും നമുക്ക് അതൊരു വലിയ സാമ്പത്തിക എന്താ പറയാ മാന്യം അല്ലെങ്കിൽ എന്താ പറയുക സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. സോ ഇത് ആർക്ക് സഹിക്കാൻ പറ്റില്ല, പുവർ ഫാമിലീസ് അല്ലെങ്കിൽ പുവർ പേഷ്യൻസിന് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഹൈ കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ഒന്നും അവർക്ക് കിട്ടില്ല. എന്നാൽ ഇൻഷുറൻസ് കവറേജ് അവർക്കും നല്ല രീതിയിലുള്ള ക്വാളിറ്റി സർവീസസ് ഹോസ്പിറ്റൽസിൽ നിന്നും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ആരോടൊരുക്കും. ഈ ക്ലെയിമുകൾ ആവശ്യമുള്ള പുവർ ഫാമിലീസ്, ഇങ്ങനത്തെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നവര് എന്ത് ചെയ്യുന്നു, അഡ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവര് ഇൻഷുറൻസ് പദ്ധതിയിൽപ്പെട്ട ആൾക്കാരല്ലേ, ഇവർക്ക് നല്ല സേവനം ഒന്നും കൊടുക്കണ്ട എന്ന് വിചാരിച്ചാൽ കാര്യമില്ല. ഇൻഷുറൻസ് കമ്പനിക്കാർ വരും, വാട്ട് ഓൾ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആർ പ്രൊവൈഡഡ്, എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് ആ രോഗിക്ക് കൊടുക്കണമെന്ന് അവരും അന്വേഷിക്കും. ഓക്കെ, കാരണം അത് അവരുടെ ബാധ്യതയാണ്. അവരുടെ ഇൻഷുറൻസ് തുക കിട്ടുന്നത് കൊണ്ട് എന്താ പറയാ അതും പൈസ തന്നെയാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നല്ല കെയറിംഗ് ഉള്ള ആശുപത്രികളിലേക്ക് ഈ പറയുന്ന പുവർ ഫാമിലീസിലുള്ള ആളുകൾക്ക് എന്ത് രോഗങ്ങളോ ആക്സിഡൻസോ ഒക്കെ ഉണ്ടായാലും അവർക്കും ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടും എന്നുള്ളത് ഇൻഷുറൻസ് പദ്ധതിയുടെ നേട്ടമാണ്. അപ്പൊ അത് നല്ലതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അതിനെ അഡ്വാൻറ്റേജ് എന്ന് പറയും. ഇനി കോസ്റ്റ്ലി ഹെൽത്ത് സർവീസസ് ഒക്കെ നമ്മൾ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് വലിയ ഫാമിലീസ് ടു പോവർട്ടി. തീർച്ചയായിട്ടും വലിയ ചെലവേറിയ പൈസകളൊക്കെ എന്താ പറയാ ഭയങ്കര ചെലവ് കൂടിയ ചികിത്സകളൊക്കെ നമുക്ക് ഹോസ്പിറ്റൽസിൽ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് അത് നയിക്കും. എന്നാൽ മെഡിക്കൽ ഇൻഷുറൻസ് ക്യാൻ അവോയ്ഡ് സച്ച് എ സിറ്റുവേഷൻ. ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കാൻ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും എന്നുള്ളത് മറ്റൊരു നേട്ടമാണ്. ഇനി ഓൾസോ ഇറ്റ് ഗെറ്റ്സ് പെർമിറ്റ് പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ എന്താ, ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് വേണ്ടത് ഈ പേഷ്യന്റിന് എന്നുള്ളത് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു എന്താ പറയാ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, നെഗോഷിയേഷൻ മീൻസ് ഇവിടെ ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും തമ്മിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് എന്തൊക്കെ തരത്തിലുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇന്ന കവറേജ് എത്രയാണ്, ഈ കവറേജിലുള്ള ചികിത്സയാണ് ആ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് ഇൻഷുറൻസ് കമ്പനിക്കാർക്കും വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് കൂടി ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനും പറ്റും മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം. പിന്നെ എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ഹൈ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള വൻ ചെലവുകളെ ഒരു പരിധി വരെ സംരക്ഷിക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് സാധിക്കും. എന്ന് വെച്ചാൽ വലിയ ചെലവാണ്. ഹോസ്പിറ്റൽസിലൊക്കെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് പൈസയൊന്നുമല്ല, നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന വഴി അറിയില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഓൾസോ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ. നമുക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസുകാര് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് നമുക്ക്, അതായത് ഇത്തരം ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന പുവർ പീപ്പിളിനും ആണെങ്കിൽ പോലും അവർക്കും എന്താ പറയാ ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ അഫോർഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, അയ്യോ പാവപ്പെട്ടവർ ഞങ്ങൾക്ക് അത്രയും ചികിത്സയൊന്നും കൊടുക്കാനില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയില്ല, ആ ഹോസ്പിറ്റലിലേക്ക് പോയില്ല, ഇവിടെ തന്നെ കിടന്നു. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് ആ രോഗിയെ അവരുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് വേറെ ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന സാഹചര്യം ഇല്ല. ഞങ്ങളുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ, കാരണം ഇവിടെ ഈ അതിനുള്ള ചികിത്സയും ഇല്ല, പക്ഷെ വെറുതെ ഇവിടെ കിടക്കാന്ന് മാത്രം, അത്രയേ ഉള്ളൂ.
ബെറ്റർ ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടണമെങ്കിൽ അവരെ വലിയ വലിയ നല്ല നല്ല ഹോസ്പിറ്റൽസിലേക്ക് മാറ്റേണ്ടി വരും അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള മെഡിക്കൽ ഇൻഷുറൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ബെറ്റർ ട്രീറ്റ്മെന്റ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് അഫോർഡബിൾ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെന്താ, ടാക്സ് ബെനിഫിറ്റിനും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നല്ലതാണ് എന്ന് വെച്ചാൽ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ടാക്സ് കൊടുക്കേണ്ട ആൾക്കാരുണ്ടാവുമല്ലോ, ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കേണ്ട ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കൂലേ നമ്മള്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ ആ ഇൻഷുറൻസിന്റെ പ്രീമിയം എത്ര അടച്ചു എന്ന് വെച്ചാൽ അത് അതിൽ നിന്നും ആ ഇൻകം ടാക്സിന്റെ ഇതിൽ നിന്നും എന്താ പറയാ എക്സംപ്റ്റഡ് ആണ്. അത് കഴിച്ചിട്ട് ബാക്കിയുള്ളതിന്റെ ടാക്സ് അടച്ചാൽ മതി. അപ്പൊ ഈ പ്രീമിയം അടച്ചേക്കുന്ന പൈസ അതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. പ്രീമിയം അടച്ച പൈസ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. എത്ര രൂപ, 1 ലക്ഷം രൂപ പ്രീമിയം ആയിട്ട് ഹോസ്പിറ്റൽസിൽ എന്താ പറയാ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അടച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ കൊടുക്കേണ്ടി വരുന്ന ഇൻകം ടാക്സ് എത്രയാണ് എന്തിന്റെ പെർസെന്റേജ് കാണുമ്പോൾ അതിന് മുമ്പ് ഈ പറയുന്ന പ്രീമിയം അടച്ച തുക നമുക്ക് അതിൽ നിന്ന് കുറയ്ക്കാം. കുറച്ചിട്ട് ബാക്കിയുള്ള പൈസയുടെ എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ ടാക്സ് ബെനിഫിറ്റിനും നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ പങ്കുചേർന്നാൽ ഇത്തരം അഡ്വാൻറ്റേജസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? 6 അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ട്. 6 അഡ്വാൻറ്റേജസ് മനസ്സിലായോ? വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന അഡ്വാൻറ്റേജസ് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം ഇതൊക്കെ കേട്ടാ. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പൊക്കോട്ടെ. എടുക്കാൻ പറ്റുന്ന അത്രയും എടുക്കാം. ആരുമില്ലേ? ഓക്കെ. ഇനി വിച്ച് ആർ ദ എക്സ്പെൻസസ് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്? ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്ന എക്സ്പെൻസുകൾ, ചെലവുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി 1 by 1 ആയിട്ട് പറയാൻ പോകുന്നത്. ഈ 1 by 1 പറയുമ്പോ 1 by 1 ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ പോയിന്റുകൾ പ്രീ ഇൻ ഹോസ്പിറ്റലൈസേഷൻ, പിന്നെ മാത്രമല്ല പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ആംബുലൻസ് ചാർജസ്, ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഡേ ടു ഡേ ഹെൽത്ത് ഹോസ്പിറ്റൽ ക്യാഷ്, ഇൻകം ബെനിഫിറ്റ്. ഇങ്ങനെ 7 തരത്തിലുള്ള എക്സ്പെൻസസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് ഓരോന്നും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഒരു എന്താ പറയാ പ്രധാനപ്പെട്ട ഹെൽത്ത് എക്സ്പെൻസസ് എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്നതിനുള്ളതിന്റെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇൻ ഹോസ്പിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. ഇൻ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഹോസ്പിറ്റലൈസ്ഡ് ആക്കുക, പേഷ്യന്റിനെ കിടത്തി ചികിത്സിക്കുന്ന സമയത്ത്. അതായത് ഡ്യൂ ടു എനി ഇഞ്ചുറി ഓർ ഇൽനെസ്, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മുറിവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ ഇതൊക്കെ കവർ ചെയ്യപ്പെടും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും എന്താ പറയാ രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ ആയിട്ടൊക്കെയാണ് ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ all the expenses will be met by the insurance plan. ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അതൊക്കെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് പ്രധാനമായിട്ടും ആ ഇൻഷുറൻസ് ഇൻഷുറർ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകൾ എടുത്തു പറയുന്നത് ഏതൊക്കെയാണെന്ന്: റൂം റെന്റ്, റൂമിന്റെ വാടക, നഴ്സിംഗ് എക്സ്പെൻസസ്, ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്ന ചെലവുകൾ, ICUയിൽ ഉണ്ടെങ്കിൽ ICU ചാർജസ്, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന്റെ ഫീ ഉണ്ടെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ്, പിന്നെ സർജറി ഉണ്ടെങ്കിൽ സർജറിയുടെ ചാർജസ്, പിന്നെ മറ്റ് ചെലവുകളായിട്ടുള്ള സർജിക്കൽ ടൂൾസോ ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസോ എന്തെങ്കിലും പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ല് ഉണ്ടെങ്കിൽ അത്. ഓക്കെ. സർജിക്കൽ ടൂൾസ് ഒക്കെ ഇപ്പൊ ചിലപ്പോ ചില മെറ്റീരിയൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ ഡോക്ടർമാർ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറയും. അപ്പൊ അവിടെ അവൈലബിൾ ആയിരിക്കില്ല, അത് നിങ്ങൾ എന്റെ ഫാർമസിന്നോ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് എഴുതി തരും. അപ്പൊ അതിന് ചിലപ്പോൾ പൈസ ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ ആ ബില്ല്. അതുപോലെ ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽ, ചിലപ്പോൾ നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ അത് വേറൊരാൾക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. കാരണം ഇതെല്ലാം ഡിസ്പോസിബിൾ ആണ്. കാരണം ഇന്നത്തെ അത് തന്നെയാണ് അവസ്ഥ. മനുഷ്യന്മാർക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന രോഗങ്ങൾ വ്യത്യസ്തങ്ങളാണല്ലോ. ചിലപ്പോൾ പെട്ടെന്ന് മറ്റൊരാളിലേക്ക് കണ്ടാമിനേറ്റ് ചെയ്യുന്ന രോഗങ്ങളായിരിക്കാം, പകരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയാ ഡിസ്പോസ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ആ രോഗിക്ക് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളോടത് വാങ്ങിക്കാൻ പറയും പുറത്തുനിന്ന്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ കവറിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? ഏതൊക്കെയാ? റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജസ്, doctor consultation, surgery, and other costs like surgical tools, diagnostic materials, etc. Clear ആയോ? ക്ലിയർ ആയോ? ഉറങ്ങാണോ എല്ലാവരും?
മഴയൊക്കെ മഴയൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും തണുപ്പൊക്കെ പിടിച്ചിട്ട് ചുരുണ്ടൂടെ എവിടെയെങ്കിലും മൂലക്കിരിക്കാണോ? അല്ലല്ലോ, മഴയൊക്കെ ഉണ്ട് അവിടെ? പൊരിഞ്ഞ മഴയുണ്ട്. മഴയുണ്ടാ? ഇല്ലേ? ആ, ഇപ്പൊ ഇല്ല എന്നല്ല, അല്ല മീൻസ് ഒരു മഴയുടെ കാലഘട്ടം പോലെ ഇരിക്കുകയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടല്ലോ അല്ലേ, അല്ലാണ്ട് വെയിലല്ലല്ലോ, അതാണ് ചോദിച്ചത്. യെസ്, ഓക്കെ, മനസ്സിലായോ? ഇത്രയും വരെ മനസ്സിലായോ? ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ വരെ മനസ്സിലായോ? എളുപ്പമാണോ അത് പറഞ്ഞിട്ട്? ഇപ്പൊ ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണോ? ഈസി ആണോ? യെസ്, ഓക്കെ. ഇനി അപ്പൊ അടുത്തത് നോക്കാം നമുക്ക്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ. പ്രീ മീൻസ് എന്താ? പ്രീ മീൻസ് മുമ്പുള്ളത്. പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞില്ലേ? എന്താ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ? ഇപ്പൊക്കെ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ +2 ആണ്, പണ്ടത്തെ പ്രീ ഡിഗ്രി എന്ന് പറയാം. പ്രീ ഡിഗ്രി മീൻസ് ബിഫോർ ഡിഗ്രി എന്നർത്ഥം അല്ലെ? ആ, പ്രീ മീൻസ് എന്താ? പ്രീപെയ്ഡ് നമ്മൾ കേട്ടല്ലേ? പ്രീപെയ്ഡ് കണക്ഷൻ. മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പ്രീപെയ്ഡ് ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. മീൻസ് നമ്മൾ നേരത്തെ അടയ്ക്കുന്ന പൈസ, അതിനുശേഷം മാത്രമേ നമുക്ക് അതിന്റെ കോളിങ്ങും നെറ്റും ഒക്കെ ഉപയോഗിക്കാനുള്ള ഇത് നമുക്ക് തരുന്നുള്ളൂ അല്ലെ? പ്രീ മീൻസ് മുൻപുള്ളത്, പോസ്റ്റ് മീൻസ് കഴിഞ്ഞിട്ടുള്ളത് എന്നർത്ഥം അല്ലെ? അപ്പൊ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പുള്ള ചെലവുകൾ. നേരത്തെ പറഞ്ഞത് എന്താ? ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. ദാറ്റ് മീൻസ് പേഷ്യന്റിനെ കിടത്തി ചികിത്സിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചെലവുകൾ. അതാണ് റൂം റെന്റ് തുടങ്ങി ഞങ്ങൾ പറഞ്ഞേക്കണേ. എന്നാൽ അവിടെ തുടങ്ങി മാത്രമാണോ ഒരു പേഷ്യന്റിന് ചെലവുകൾ വരിക? മെഡിക്കൽ എക്സ്പെൻസുമായിട്ട് ഇപ്പൊ എന്തെങ്കിലും രോഗമോ ഇഞ്ചുറിയോ ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പ് ഒരു ചെലവുണ്ടാവില്ലേ? There are some medical expenses before the patient is hospitalized. തീർച്ചയായിട്ടും ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നതിന് മുമ്പ് ചെലവുകൾ വരാറുണ്ട്. അപ് ടു എ പീരീഡ്, അതായത് അതും ഇൻഷുറൻസ് പ്ലാനിൽ വരുന്നതാണ്. അപ്പൊ മുമ്പ് ചെലവുകൾ വരാമെന്ന് പറയുമ്പോൾ 5-6 ദിവസം മുമ്പുള്ള കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, അവിടേക്ക് എത്തുന്നതിന് മുമ്പ് വരെയുള്ളത്. ദാറ്റ് മീൻസ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തത്, അതായത് ഹോസ്പിറ്റലിൽ കിടത്തുന്നതിന് മുമ്പൊക്കെ വേണമെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ കൺസൾട്ട് ചെയ്തതോ, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് കൺസൾട്ട് ചെയ്തതോ, പിന്നെ അത് മാത്രമല്ല കൺസൾട്ട് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ചില ടെസ്റ്റുകളൊക്കെ നടത്താനും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്താനും പറഞ്ഞിട്ടുണ്ടോ? മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ചെലവുകള്, പ്രൈമറി പ്രൊസീജിയേഴ്സ്, ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കോ, അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലാക്കി ചിലപ്പോൾ ആദ്യം കൊണ്ടുവന്നേക്കണേ, അഡ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പോഴും പേഷ്യന്റ് കാഷ്വാലിറ്റി കൊണ്ടുവരുമ്പോൾ അഡ്മിഷൻ അല്ല കേട്ടോ, അത് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമെന്ന് കാഷ്വാലിറ്റിയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത പേഷ്യൻസിനെ ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ പറയും, ICUലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും, അല്ല അഡ്മിറ്റഡ് ആക്കാൻ പറയും, ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചിലവായിട്ടുണ്ടാകും അല്ലെ? അത്തരം ചിലവുകള്, പ്രിവെന്റീവ് സർജറീസ്, എന്തെങ്കിലുമൊക്കെ തടയാനുള്ള സർജറി പെട്ടെന്ന് ചെയ്യേണ്ടത്, അപ്പൊ അതൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കണമെന്ന് നിർബന്ധമില്ല. ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്യും പേഷ്യന്റിനെ, എന്നിട്ട് നമുക്ക് OT-യിലേക്ക് കൊണ്ടുപോകാം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ പറയില്ല. ചില എമർജൻസി സിറ്റുവേഷൻസിൽ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല ഇതിന് അഡ്മിറ്റ് ചെയ്യാനൊന്നും. അപ്പൊ അതിന് മുമ്പ് നടക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ഇതിനകത്ത് വിടും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ വരും, അതുപോലെ തന്നെ അപ്പൊ തന്നെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വരും. ഹോസ്പിറ്റലൈസ്ഡ് കിടത്തുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും അത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു, ആ സെന്റൻസ്. The pre-hospitalization expense consists of doctor consultation, medical investigations, primary procedures, preventive surgeries, diagnostic tests and medicines. Clear ആയോ? ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ സെന്റൻസ്? These consist of എന്ന് പറയുമ്പോൾ ഓർക്കണം, ആ these എന്തുട്ടാ? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. ആ these എന്നുള്ളത് വേർഡ് മാറ്റി അവിടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കയറി വരും. എന്നിട്ടാണ് ഇന്ന സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആകുക എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ഏതിലാണെന്ന് നോക്കണം. കാരണം അതിന്റെ തൊട്ട് താഴെ അടുത്തത് നമ്മൾ പഠിക്കുന്നത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയത് കഴിഞ്ഞു, അതായത് ഡിസ്ചാർജ് ഒക്കെ ചെയ്യാൻ പോണ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്താൽ പിന്നെ ചെലവുകളൊന്നും വരില്ല. വരുമല്ലോ. അതേതൊക്കെയാണ് വരുന്നത്? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ചെയ്തു എന്നിട്ട് ചിലപ്പോൾ ഒന്നുകൂടി ഡോക്ടർ കൺസൾട്ട് ചെയ്തു, പോകുന്ന സമയത്ത് എന്തെങ്കിലും ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഒന്നുകൂടി ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചെലവുകൾ തന്നെ അത്. പിന്നെ പോകുന്നതിന് മുമ്പ് ആൾക്ക് ടെസ്റ്റുകളൊക്കെ വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെലവുകൾ, പോകുന്ന സമയത്ത് കുറെ മെഡിസിൻസ് ഒക്കെ കൊടുത്തുവിടും, അപ്പോൾ അതിന്റെ ചെലവ്, പിന്നെ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി തെറാപ്പി ഒക്കെ ചെയ്യണം, അതിന്റെ ചെലവ്, അങ്ങനെ പിന്നെ അതിന്റെ ഡ്രഗ്സും മറ്റു കാര്യങ്ങൾ. ഇത് അതായത് ഡിസ്ചാർജിന് ശേഷം ഉണ്ടാകുന്ന എല്ലാം തന്നെ ഇതിനകത്ത് വരാം. ഈ പറയുന്ന പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് വരാം, വിച്ച് ഇൻവോൾവ് പേഷ്യന്റ് കെയർ, മെഡിസിൻസ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്ഡ് ഫ്രം ദ ഹോസ്പിറ്റൽ.
ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ചെലവുകളാണ് അതിനകത്ത് വരുന്നത്. ആ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഏത്? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കൺസിസ്റ്റ് ഓഫ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, മെഡിസിൻസ്, തെറാപ്പി, ഡ്രഗ്സ് എക്സെട്ര. ആ ലാസ്റ്റത്തെ സെന്റൻസ് ആണ് ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടത്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിലെ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? മനസ്സിലായോ? നാലാമത്തെ പോയിന്റ് പെട്ടെന്ന് ഒന്ന് പറഞ്ഞേക്കാം, കാരണം ഞാൻ ആ 2 പേജ് തീർത്തുന്ന എനിക്ക് പറയാലോ, മനസ്സിലാക്കാലോ. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനകത്ത് എന്തുകൂടി വരുന്നുണ്ട്? ആംബുലൻസ് സർവീസസും വരുന്നുണ്ട്. ആംബുലൻസ് ചാർജ്, പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ആംബുലൻസിലാണ് ഷിഫ്റ്റ് ചെയ്തത്, വല്ല ആക്സിഡന്റ് ഒക്കെ നടത്തുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ രോഗിനെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ആംബുലൻസിലാണ്. ആംബുലൻസിന്റെ ചാർജ് ആര് കൊടുക്കണം? ഈ പേഷ്യന്റിന്റെ ആൾക്കാർ തന്നെ കൊടുക്കണം. ചിലർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അത് ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ എക്സ്പെൻസസ് വിച്ച് ആർ കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്ന ചെലവുകളുടെ കാര്യമായിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ആംബുലൻസ് ചാർജസ്, 4 അവിടെ ഇരിക്കട്ടെ. അപ്പൊ 4 വരെയൊക്കെയുള്ള 2 പേജ് വൃത്തിയായിട്ട് അങ്ങോട്ട് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് വരാം. ഓക്കെ, സി യു നെക്സ്റ്റ് ഡേ. ബൈ.